രാഷ്ട്രീയ വിവാദങ്ങൾക്കൊടുവിൽ സർക്കാർ വഴങ്ങി. ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു. സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ADGPക്ക് പുറമെ സസ്പെൻഷനിലായ SP സുജിത് ദാസിനെതിരെയും വിജിലൻസ് അന്വേഷണമുണ്ട്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം. ഇക്കാര്യത്തിൽ DGP തല അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടപ്പോഴാണ് അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ശുപാർശ DGP മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ശുപാർശ ലഭിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും തീരുമാനമുണ്ടായില്ല. ഗൗരവമായ ആരോപണങ്ങൾ നേരിട്ടപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തുടരുന്ന ADGP MR അജിത് കുമാറിനെതിരെ DGPയുടെ ശുപാർശയുണ്ടായിട്ടും വിജിലൻസ് അന്വേഷണം ഉണ്ടാകാത്തത് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കിയിരുന്നു. ADGPക്കെതിരെ വിജിലൻസിന് നേരിട്ട് ലഭിച്ച പരാതിയിൽ പോലും സർക്കാർ തീരുമാനമില്ലാതെ അന്വേഷണം വേണ്ടെന്ന് വിജിലൻസും തീരുമാനിച്ചിരുന്നു. ഇത് വാർത്ത കൂടിയായതിന് പിന്നാലെയാണ് സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മലപ്പുറം മരമുറി യൂട്യൂബ് ചാനൽ ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങി കേസ് അട്ടിമറിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു. കവടിയാറിൽ ഭൂമി സ്വന്തമാക്കി വലിയ വീട് നിർമ്മാണം അടക്കമുള്ള വിഷയങ്ങളാണ് MR അജിത് കുമാറിനും സുജിത് ദാസിനുമെതിരായ വിജിലൻസ് അന്വേഷണ പരിധിയിൽ വരുന്നത്. നാളെ അന്വേഷണ സംഘത്തെ തീരുമാനിച്ച് വിജിലൻസ് ഡയറക്ടർ ഉത്തരവിറക്കും. ഗുരുതരമായ ആരോപണങ്ങൾക്കൊപ്പം വിജിലൻസ് അന്വേഷണം കൂടി നേരിടുന്ന ADGPയെ ക്രമസമാധാന ചുമതലയിൽ സർക്കാർ നിലനിർത്തുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.